അവിടെ ഈ ഇതിനിടയിൽ ഒരാൾക്ക് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ട് സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട് അനീഷ്. ഈ പുഴയിൽ വലിയ ജലനിരപ്പ് ഇല്ല എന്ന് വേണം നമുക്ക് കാഴ്ചയിൽ മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് കൂടുതൽ ആളുകൾ പുഴയിലേക്ക് വീണ് പോയിട്ടില്ല എന്ന് തന്നെ കരുതാം അല്ലേ? തീർച്ചയായും കൂടുതൽ ആളുകൾ പുഴയിലേക്ക് വീണിട്ടുണ്ടാവില്ല എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണുള്ളത്. നേരത്തെ ഒരാൾ പുഴയിൽ ഉണ്ടായിരുന്നു എന്നൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. അതേ തുടർന്ന് വളരെ വിശദമായ പരിശോധന അവിടെ നടത്തി. കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് കുതിച്ചെത്തുകയും ആളുകൾക്ക് രക്ഷാപ്രവർത്തനം ചെയ്യുകയും ചെയ്തു. വടമൊക്കെ ഉപയോഗിച്ച് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കി അതിനുശേഷം ആ ഭാഗത്ത് വാഹനത്തിനുള്ളിലുള്ളവരെ ആദ്യം പുറത്തേക്ക് മാറ്റി പിന്നീട് ആ വാഹനം നിന്ന സ്ഥലത്തും അതിനോട് സമീപ പ്രദേശങ്ങളും ഒക്കെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. വലിയ ഒഴുക്കോ അല്ലെങ്കിൽ വലിയ ഒരു ജലനിരപ്പില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് അനുകൂലമാണ് എന്ന വിലയിരുത്തലാണുള്ളത്. പക്ഷേ 3 പേരുടെ അവസ്ഥ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും. മുക്കത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും തിരുവമ്പാടിയിലെയും ഒക്കെ ഉള്ള ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുഴയിലേക്ക് ബസ് തലകീഴായി മറിയുകയാണ്. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. ആനക്കാംപോയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് കാളിയാമ്പുഴ പാലത്തിന് സമീപം വെച്ച് നിയന്ത്രണമിട്ട് ഇത്തരമൊരു അപകടമുണ്ടായത്. ബസ്സിന് എന്തെങ്കിലും തകരാറ് പറ്റിയാണോ വാഹനം മറിഞ്ഞത്? ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ KSRTC അധികൃതരൊക്കെ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടാവും. നമുക്ക് അക്കാര്യം വ്യക്തമാകും. സമീപത്തെ ആശുപത്രികളിലും ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നതാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ആൾക്കൂട്ടം അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എല്ലാവരെയും മരിച്ചു. ഏറ്റവും പുതിയ വിവരം ലഭ്യമാവുന്നത് ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരു സ്ത്രീ മരിച്ചു എന്ന കാര്യം കൂടി ലഭ്യമാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തിരുവമ്പാടിയിലെ ബസ് അപകടത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. ബസ് തലകീഴായി അവിടേക്ക് മറിയുകയായിരുന്നു. ബസ്സിൽ 50ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 15ഓളം പേർക്ക് പരിക്കേറ്റു. 3 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. ഇതിലൊരാളാണ് മരണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സമീപത്തെ ആശുപത്രികളിലേക്കാണ് പരിക്കേറ്റവരെ മാറ്റിയത് എന്ന കാര്യം കൂടിയുണ്ട്. അനീഷ്, ഈ മരണപ്പെട്ട സ്ത്രീ ആരാണ്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അനീഷ് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കൂ. എന്തായാലും ഈ അപകടത്തിന് ഗുരുതരമായ സാഹചര്യമുണ്ടായി. ഇപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് പോലെ ബസ് അവിടെ നിന്നും ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. അവിടെ കൂടുതൽ യന്ത്ര സഹായത്തോടു കൂടി ബസ് അവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയെടുക്കാനുള്ള ശ്രമമാണ്. തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ് ബസ്. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യം അറിയണമെങ്കിൽ ഒരുപക്ഷെ ബസ് അവിടുന്ന് മാറ്റേണ്ടി വരും. അതുകൊണ്ട് കൂടി തന്നെ ആ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും സമീപത്തെ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തി അവിടെ വേഗത്തിൽ അവരെ ശുശ്രൂഷിക്കുന്ന നടപടികൾ മുന്നോട്ട് പോവുകയാണ്. 50ഓളം യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 15ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരം എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതിലൊരു സ്ത്രീ മരണപ്പെട്ടതായുള്ള വിവരം കൂടി ലഭ്യമാവുന്നു. അനീഷ്, നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? മരണപ്പെട്ട സ്ത്രീ ആരാണ്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 പേർക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവരിൽ ഒരാളാണ് മരണപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. 15 പേർക്ക് കാര്യമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അവരുടെ ആ പരുക്കുകളുടെ ഒരു ആഴം അല്ലെങ്കിൽ എത്ര വ്യാപ്തിയിലുള്ള പരുക്കാണ് അവർക്ക് പറ്റിയതെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അധികൃതരുടെ വിവരങ്ങൾ അനുസരിച്ച് 3 പേർക്ക് അതീവ ഗുരുതരമായ പരുക്കുകൾ തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകളുടെ ആരോഗ്യനിലയും മരിച്ച ആരാണെന്ന് ഉള്ള വിവരങ്ങളും അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു 2 പേരുടെ നില ഗുരുതരമാണ്. മറ്റു ചില ആളുകൾക്കും കാര്യമായ പരുക്കുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 40 മുതൽ 50 വരെ യാത്രക്കാർ ഉണ്ടായിരുന്ന വാഹനമാണ്. അതിൽ 15 പേർക്കാണ് ഗുരുതരമായ പരുക്കുകൾ ഉള്ളതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം തല കീഴായാണ് ബസ് ആ പുഴയിലേക്ക് മറിഞ്ഞത്. കൈവരികളോ ബാരിക്കേഡുകളോ സുരക്ഷാ വേലിയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വാഹനം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് തല കീഴ് മറിയുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തി ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ച് ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ ബസ് പൊക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. എന്തായാലും വാഹനത്തിനുള്ളിലും പുറത്തുമൊക്കെയായാണ് ആളുകൾ കുരുങ്ങിക്കിടന്നിരുന്നത്. നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ബസ്സിനുള്ളിൽ നിന്ന് സമഗ്രമായി ആളുകളെ പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ബസ്സിന്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലോ ആളുകൾ ഉണ്ടോ എന്ന് അറിയാനുള്ള വളരെ വിശദമായ പരിശോധനകൾ ഇപ്പോഴും
നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.